കാണാൻ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷേ നമുക്കത് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്ന സിംപ്ലിഫൈ ഒരു വലിയ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് തന്നേക്കുന്നത് സാധാരണ എപ്പോഴും തരുന്ന പോലെ എക്സ് പ്ലസ് 1/x എന്നല്ല തന്നേക്കുന്നത്, എക്സ് പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് ഈക്വൽ ടു 5 എന്നാണ് തന്നേക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു 2 പ്രോസസ്സ് പാരലായിട്ട് തന്നെ കൊണ്ടുപോകേണ്ടി വരും. നമുക്ക് ഒന്ന് ഈ എക്സ് പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സിനെ നമുക്ക് സോൾവ് ചെയ്ത് അതിൽ നിന്നുള്ള വാല്യൂസിനെ എടുത്ത് നമുക്ക് എവിടേക്ക് ഇടേണ്ടി വരും, ഈ ചോദിച്ചേക്കുന്നിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് പാരലായിട്ട് തന്നെ ചെയ്തു പോകാം. സോ ആദ്യം തന്നെ നമുക്കിവിടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടി ഒന്ന് ഒരുമിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മേളിൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ട്. നമുക്കിവിടെ കൂടെ തന്നേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്. ഈ എക്സിനെ കൂടി ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് മേളിൽ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. അത് ഈക്വൽ ടു നമുക്ക് 5, ഇവിടെ താഴെ എക്സ് ഉണ്ട്, ആ താഴെ എക്സ് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. ബിക്കോസ് ആ എക്സ് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആയതിനു ശേഷം ആ എക്സ് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്ക് 5x എന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറിന്റെ സ്ഥലത്ത് 5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ സ്ഥലത്ത് നമ്മൾ 5x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു, പ്ലസ് 2x ഡിവൈഡ് ബൈ താഴെയുള്ള പോർഷൻ നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. പക്ഷേ നമുക്ക് മേളിൽ എക്സ് ഉണ്ടായതുകൊണ്ട് താഴെ നിന്ന് ഒരു എക്സ് കോമൺ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 5x. സോ ഇവിടെ നമുക്കിപ്പോൾ ഈ 5x പ്ലസ് 7x 5x പ്ലസ് 2x എന്നുള്ളത് എത്ര ആവും, 7x എന്നാവും. നമുക്ക് താഴെ എന്തുണ്ട്, ഒരു എക്സ് ഉണ്ട്, അതുകൂടാതെ എക്സ് സ്ക്വയർ മൈനസ് 5x ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആവും. ഇനി നമുക്ക് ഈ എക്സ് സ്ക്വയർ മൈനസ് 5xന് പകരം എന്തിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിൻ്റെ ഓപ്ഷനിൽ 7 വെച്ചുള്ള എത്ര ഓപ്ഷൻ ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. അപ്പം മിക്കവാറും നമ്മുടെ ആൻസർ എന്ന് ഓപ്ഷൻ ബിയോ ഡിയോ ആയിരിക്കും. പക്ഷേ ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസും ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 5xന് പകരം നമുക്ക് അവിടെ താഴെ വൈ സ്ക്വയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവരാം, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളിവിടെ വൈ സ്ക്വയർ ഈക്വൽ ടു നമ്മൾ ഈ എക്സ് സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 5x മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ളതും ഇതുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് കാണാൻ പറ്റും. എക്സ് സ്ക്വയർ മൈനസ് 5x മൈനസ് എക്സ് സ്ക്വയർ എന്ന് ഞാൻ തിരിഞ്ഞെടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് സൈൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈനസ് വൈ സ്ക്വയർ ആക്കുകയാണെങ്കിൽ നമുക്ക് ഇതെന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് 5x എന്ന് വരും. അപ്പോൾ നോക്കിയാൽ ഇപ്പം സെയിം ആയില്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 5xന്റെ സ്ഥലത്തേക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആ മൈനസ് വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 7 ബൈ ആ ഒരു മൈനസും പിന്നെ വൈ സ്ക്വയറും. സോ നോക്കിയാൽ നമ്മുടെ ആൻസർ വന്നു മൈനസ് 7 ബൈ വൈ സ്ക്വയർ. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നോക്കിയാൽ ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പാരലായിട്ട് തന്നെയാണ് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തു പോയത്. സോ രണ്ടും കൂടി ഒരുമിച്ച് പാരലായിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി.